Meet the editors. കൊല്ലത്ത് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ കുട്ടികളെ പഴിചാരുകയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി. മിഥുൻ മരിച്ചത് അധ്യാപകരുടെ കുഴപ്പം കൊണ്ടല്ലെന്ന് മന്ത്രിയുടെ വിചിത്രവാദം. സഹപാഠികൾ വിലക്കിയിട്ടും മിഥുൻ മുകളിൽ കയറിയെന്നും മന്ത്രി. അവിടെ ചെന്നപ്പോ കാല് ചെരുപ്പിടിക്കാൻ പോയപ്പോ കാലൊന്ന് തെന്നി പെട്ടെന്ന് ചെരുപ്പിടിച്ചത് വലിയ കമ്പി ഇരിക്കാനാണ്. അതിലൂടെയാണ് ഇലക്ട്രിക് കറണ്ട് കടന്നു വന്നത്. ആ കുഞ്ഞ് അപ്പോഴേ മരിച്ചുപോയി. അപ്പൊ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് വീടിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയാൻ. നാടിനേറ്റ ഷോക്കോ എന്നാണ് ചോദ്യം. സ്മൃതി, ആ കരച്ചിലിങ്ങനെ ചെവിയിൽ മുഴങ്ങാണ്. ആ അമ്മൂമ്മയുടെ മുത്തശ്ശിയുടെ കരച്ചിലിങ്ങനെ മുഴങ്ങുകയാണ്. നമുക്കത് എങ്ങനെയാണ് പറയണമെന്നറിയില്ല. സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് CPM-ൻ്റെ നിയന്ത്രണത്തിലുള്ള മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ച, KCBക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ച, അതിനെയൊക്കെ ചിഞ്ചുറാണി പോലൊരു മന്ത്രിയൊക്കെ നിസ്സാരവൽക്കരിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് കേരളത്തിനുള്ള ഷോക്കല്ലേ? കേരളത്തിന് ഷോക്കാണ്. കേരളത്തിന് തുടരെ ഷോക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം വീണ് ബിന്ദു മരിച്ചപ്പോഴും അത് ഒരൊറ്റപ്പെട്ട സംഭവമായിരിക്കും, ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതി. അപ്പോൾ അടുത്ത ഷോക്ക് വരികയാണ്. ഓരോന്നും ഈ തരത്തിൽ അനാസ്ഥയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മരണങ്ങളാണ് എന്നിടത്താണ്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നു. പ്രിൻസിപ്പലിൻ്റെയും അവിടുത്തെ സ്കൂൾ അധികൃതരുടെയും വീഴ്ചയെക്കുറിച്ച് പറയുന്നു. എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണെന്ന് പറയുന്നു. നമുക്ക് ഈ കുട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരെന്നല്ല പറയേണ്ടത്, ദരിദ്രരിൽ ദരിദ്രരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടുത്തെ 5 പഞ്ചായത്തിലെ ദളിതരായുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്നതാണ്. ഇന്ന് കുഞ്ഞു പോകുമ്പോൾ പറഞ്ഞു ട്യൂഷന് അച്ഛൻ സ്കൂട്ടറിൽ കൊണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബസ്സിലാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് പോകാൻ തോന്നുന്നത്. അപ്പോൾ ഓടിപ്പോകുമ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞ കാര്യം സമയം പോയി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയതാണ്. സമയം പോയി എന്ന് പറഞ്ഞ പോക്കാണ്. ആ പോക്ക് എന്ന് പറയുമ്പോൾ 8:30 സ്കൂളിലെത്തി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ ഫുട്ബോൾ മുകളിൽ ചെരുപ്പ് സുഹൃത്തിൻ്റെ ചെരുപ്പാണ്, സ്വന്തം ചെരുപ്പ് പോലല്ല, സുഹൃത്തിൻ്റെ ചെരുപ്പ് എടുത്തു കൊടുക്കാൻ അതിലേക്ക് കയറിയതാണ്. ഇതെങ്ങനെയാണ് ക്ലാസ് മുറി വഴിയാണ് കയറുന്നത്. ആ ജനലിലെ ഭാഗങ്ങളൊക്കെ തുരുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അതിലൂടെ ചാടിയിട്ടാണ് ഈ പറയുന്ന ഈ കെട്ടിടം എന്നല്ല പറയുന്നത്, ഷെഡാണ്. ആ ഷെഡിൻ്റെ മുകളിൽ എന്താണ്? തകര കൊണ്ടുള്ള ഷെഡാണ്. ഈ വൈദ്യുത ലൈനൊക്കെ ഈ തറയിൽ നിന്നും എത്ര ഉയരത്തിൽ വേണമെന്നൊക്കെ കൃത്യമായ ചട്ടമുണ്ട്. ആ ചട്ടം ലംഘിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ചട്ടം അല്ല ലംഘിക്കപ്പെട്ടിരിക്കുന്നത്, അവിടെ വന്ന കെട്ടിടമാണ് ലംഘിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം 6 വർഷം മുമ്പാണ് ഈ ഷെഡ് ഉണ്ടാക്കുന്നത്. ഷെഡ് ഉണ്ടാക്കണമെങ്കിൽ ഈ വൈദ്യുത ലൈനിനടുത്ത് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണ് അനുമതി കിട്ടിയെന്ന് ആയിരിക്കുമ്പോൾ പഞ്ചായത്ത് പറയുന്നു ഞങ്ങൾ അനുമതി കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ അനുമതിയില്ലാതെ 6 വർഷമായി ആ ഷെഡ് അവിടെയുണ്ട്. ആ ഷെഡ് അവിടെ ഉണ്ടാകുമ്പോൾ ഇതിനു മുമ്പും അതിന് മുകളിലേക്ക് ചെരുപ്പോ പന്തോ ഒക്കെ പോയിട്ടുണ്ടാകാം. ഇതിനു മുമ്പും കുട്ടികളൊക്കെ പോയി എടുത്തിട്ടുണ്ടാകാം. അന്ന് അപകടം സംഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ഇതിപ്പോൾ നേരെ അതിലേക്ക് ചേർന്ന് നിൽക്കുന്നു. തകരയിലേക്ക് ഈ വൈദ്യുതി ലൈൻ വന്ന് വീണാനുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. കുട്ടി അവിടെ വഴുക്കിയിട്ടുണ്ടാവും, മഴക്കാലമല്ലേ. അതിന് മുകളിലേക്ക് പോയി സുഹൃത്തിൻ്റെ ചെരുപ്പെടുത്തു കഴിഞ്ഞ് വീഴാൻ പോകുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. CCTV-യിൽ അതൊക്കെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കൽപ്പണിക്കാരനായ അച്ഛൻ്റെയും ഒരു ദരിദ്രമായ ചുറ്റുപാടിലുള്ള കുടുംബമാണ്. അമ്മ ഇപ്പോൾ 3 മാസം മുമ്പ് വീട്ടുജോലിക്ക് കുവൈത്തിൽ പോയതാണ്. ആ കുടുംബം തുർക്കിയിലേക്ക് പോയതുകൊണ്ട് അവിടേക്കും അമ്മ കൂടെ പോയതാണ്. അതുകൊണ്ടാണ് അവരെ ബന്ധപ്പെടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായത്. ഇപ്പോൾ വൈകിട്ട് 6 മണിക്ക് ശേഷമൊക്കെയാണ് അമ്മ ആ വിവരം അറിയുന്നത്. അപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് എത്ര വലിയ നഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ പേരക്കുട്ടിയിലൂടെ അതിൻ്റെ വിടവ് മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ മകൻ നന്നായി പഠിക്കുമായിരുന്നു, നന്നായി ഫുട്ബോൾ കളിക്കുമായിരുന്നു. നാട്ടുകാർക്കും അടുത്തുള്ളവർക്കൊക്കെ അതാണ് പറയാനുള്ളത്. അപ്പോൾ കുട്ടിയെക്കുറിച്ച് പറയുന്നത് അത്രയുമാണ്. നമുക്ക് നോക്കൂ, ഇതിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മെയ് മാസത്തിൽ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ എല്ലാ സ്കൂളുകളും കൃത്യമായി നൽകണമെന്നുള്ള കാര്യത്തിൽ മെയ് 13 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രധാനാധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കൊക്കെ സർക്കുലർ നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്കൂളിലെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുക? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും എല്ലാം പരിശോധിക്കുമല്ലോ. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ 6 വർഷമായി കിടക്കുന്ന ഈ ഷെഡ് കണ്ടില്ല എന്നാണോ?
അതൊരു പ്രശ്നമാണ്. സ്കൂളിനകത്തേക്ക് നോക്കുകയാണ്, ക്ലാസ് മുറികളുടെ അവസ്ഥയും വല്ലാത്ത മോശം അവസ്ഥയാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നാണോ? അപ്പോൾ അവിടെ ഒരു പഞ്ചായത്തുണ്ട്, പഞ്ചായത്ത് പറയുന്നു പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടേ ഇല്ല എന്ന് പറയുന്നു. ഇനി ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഭരണസമിതി എന്നുള്ളത് കൂടുതലും CPM അംഗങ്ങളായിട്ടുള്ള ഭരണസമിതി അംഗങ്ങളാണ്. മറ്റു പാർട്ടിയിലെ 1-2 പേരുണ്ടാവായിരിക്കാം. ഭരണസമിതി CPM തന്നെയാണ് എന്ന് പറയാം, മാനേജറും അതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധി പറയുന്നത് അതിൻ്റെ PTA പ്രസിഡന്റ് കോൺഗ്രസ് ആണല്ലോ എന്നാണ്. ഇത്തരം മുടന്തൻ ന്യായങ്ങൾ പറയാം. ഇതിൽ ആർക്കാണ് ആത്യന്തികമായ ഉത്തരവാദിത്തം? അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പൽക്കുണ്ട്, ടീച്ചർമാർക്കുണ്ട്, ഈ പറയുന്ന മാനേജ്മെൻറ്റിനുണ്ട്. എന്നിട്ട് KSEB അങ്ങോട്ട് പറയുന്നുണ്ട് അവിടെ ഈ രീതിയിലായി ലൈൻ അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അവിടെ പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ പറയുകയാണ് അടുത്ത മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ശേഷം അറിയിക്കാമെന്ന്. അപ്പോൾ അവർക്ക് അത്രയേ അതിൽ തിടുക്കമുള്ളൂ. എന്തുകൊണ്ടാണ് അതിൽ തിടുക്കമില്ലാത്തത്? അത് വളരെ പാവപ്പെട്ട ദരിദ്രരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിന് ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതായിരിക്കണം അതിലൊരു മാനസികാവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയൊക്കെ മതി, ഇവർക്ക് ഇത്രയൊക്കെ മതി എന്നുള്ളത് കൊണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ നേരത്തെ മരിച്ച ബിന്ദുവിൻ്റെ ആയാലും കുടുംബ പശ്ചാത്തലം, ജീവിത പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ഈ മരിക്കുന്നവരൊക്കെ തന്നെയും ദരിദ്ര പശ്ചാത്തലത്തിലുള്ള ഏറ്റവും അടിസ്ഥാന വർഗം, കഷ്ടപ്പെടുന്ന വർഗത്തിനാണ് എപ്പോഴും നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ അവർ ഈ ഏത് സമയത്തും ഞങ്ങൾക്ക് മുന്നിൽ ഒരു മരണം സംഭവിക്കാമെന്ന രൂപത്തിലാണോ മുന്നോട്ട് പോകേണ്ടത്? നമ്മൾ ഈ സർക്കാർ സംവിധാനത്തെ, സർക്കാർ സ്കൂളുകളെ പറ്റിയൊക്കെ നമ്മൾ വലിയ വായിൽ സംസാരിക്കാറുണ്ടല്ലോ. വലിയ പ്രൊപ്പഗാൻഡയല്ലേ നടന്നിരിക്കുന്നത്? സ്കൂൾ മുറികൾ എങ്ങനെയാണ് സ്മാർട്ട് റൂമുകളായിരിക്കുന്നത്, എത്രത്തോളം കോടികൾ ചെലവാക്കിയിരിക്കുന്നു, ഇതിനൊക്കെ കണക്ക് നമുക്ക് ഓരോ സമയത്തും വരുന്നുണ്ട്. ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടാകാം. സർക്കാർ സ്കൂൾ എന്ന് പറയുന്നില്ല, പക്ഷേ സ്കൂളുകൾ പരിശോധിക്കണ്ടേ? ഈ പറയുന്ന എല്ലാ സ്കൂളിലും വിദ്യാഭ്യാസ മന്ത്രി നടന്നു നീങ്ങി പരിശോധിക്കണമെന്നല്ല പറയുന്നത്. ഓരോ ജില്ലയിലും പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ടല്ലോ. ആ പരിശോധന നടന്നിട്ടുണ്ടോ? ഇപ്പോൾ KSEB ഇപ്പോൾ ഇതാ വീഴ്ച സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞു ഇതാ ആദ്യമായൊരു 5 ലക്ഷം കൊടുക്കുന്നു, ഇനി ഒരു 5 ലക്ഷം കൊടുക്കുമായിരിക്കും. അപ്പുറത്ത് വിദ്യാഭ്യാസ മന്ത്രിയും അവരുടെ വക ഒരു നഷ്ടപരിഹാരം കൊടുക്കുമായിരിക്കും. ഇങ്ങനെ ഒരു സംഭവം കഴിയും. ഒരു പക്ഷേ ആ കുടുംബം ദരിദ്രരായതുകൊണ്ട് പിന്നെ പ്രതികരിക്കില്ലായിരിക്കും. അതോടെ പ്രശ്നം കഴിഞ്ഞോ? ഇതാണല്ലോ ബിന്ദുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അതോടെ പ്രശ്നം കഴിഞ്ഞു. അവിടെ പ്രശ്നം കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത് അനാസ്ഥയുടെ ഓരോരോ സംഭവങ്ങളായിട്ടുണ്ടാകുന്നു. നമുക്ക് 5 വർഷം മുമ്പല്ലേ വയനാട്ടിലൊരു പെൺകുട്ടി ക്ലാസ് മുറിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്? ആ സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സംഭവം ഉണ്ടാകുമ്പോൾ ക്ലാസ് മുറിയിൽ പരിശോധിക്കില്ല. ക്ലാസ് മുറിയിൽ കുഴികളുണ്ടോ, കുഴികളിൽ പാമ്പ് നിൽക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന. പല സ്കൂളുകളും അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. അവിടെ കാട് വെട്ടിത്തെളിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊരു തുടർച്ച ഉണ്ടായിട്ടുണ്ടോ? അതിൽ ഒരു ഓഡിറ്റിംഗ് നടത്തണമെന്ന് അന്ന് വയനാട് MP ആയിരുന്ന രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ആകെ ഒരു ഓഡിറ്റിംഗ് നടത്തുന്ന സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് നടത്തണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടന്നിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകൾ മാത്രമല്ല, സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് ഒരു ജീവനക്കാരി രാത്രി ആശുപത്രിയിലായി. അപ്പോൾ ഈ പഴയ കെട്ടിടങ്ങൾ നമ്മുടെ ഒരു ഭാഗമായിരിക്കുന്നു. പൊളിച്ചു കളയേണ്ട കെട്ടിടങ്ങൾ, പൊളിച്ചു കളയേണ്ട സംവിധാനങ്ങൾ, ഇത് അനാസ്ഥയുടെ വലിയ ഒരു ഉദാഹരണം തന്നെയാണ്. ഒരു കൂട്ടർ പറ്റിയ അനാസ്ഥയല്ല. സ്കൂൾ അധികൃതർക്ക് അറിയാം. ഒന്നുമില്ലെങ്കിൽ ഇതിപ്പോൾ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഈ നിയമപരമായുള്ള ചട്ടലംഘനങ്ങളൊക്കെ നടന്നിരിക്കുന്നു. അപ്പോൾ പോലും ഇതിങ്ങനെ വീണ് കിടക്കുമ്പോൾ ആ ഭാഗത്തേക്ക് കുട്ടികൾ പോകരുതെന്ന് പറയണ്ടേ? അതിനവിടെ ഒരു നിർദ്ദേശം കൊടുക്കണ്ടേ? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിഞ്ചുറാണി പറയുന്ന പോലെ വലിഞ്ഞു കയറി ആ കുട്ടി പോയി മരിക്കുകയല്ല, സ്വയം മരിക്കുകയല്ല. ഇതൊക്കെ പറയുന്നതിൽ കുറച്ച് വളരെ ഇൻസെൻസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുമ്പോൾ ആരുടെയും കുഴപ്പമല്ല. അത്രേ ടീച്ചർമാർക്കും കുഴപ്പമില്ല, സ്കൂളിനും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. ആ കുട്ടി അങ്ങ് മരിക്കാൻ അങ്ങ് പോയതാണ്. ഇതാണ് ഒരു പൊതു സമീപനം. ഇനി കുറച്ച് കഴിയുമ്പോൾ അടുത്ത പ്രൊപ്പഗാൻഡ തുടങ്ങും. ഇത് സർക്കാർ സംവിധാനത്തെ ആകെ തേച്ച് കാണിക്കാനുള്ള പ്രതികരണമാണ് എന്ന രൂപത്തിൽ ഇതിങ്ങനെ പറഞ്ഞു വരും. ഇനിയിപ്പോൾ സമരങ്ങളുണ്ട്, തെരുവിലാകെ സമരങ്ങളുണ്ട്. ഇപ്പോൾ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം കഴിഞ്ഞാൽ ആ സമരം അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. അതോടെ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പാഠമാകുമെന്ന് ചോദിച്ചാൽ പാഠമൊന്നും ആകില്ല. നഷ്ടപ്പെടാനുള്ളവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള മാത്രമാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും ദയനീയമായ സാഹചര്യം. നമുക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. കേരളത്തിനേറ്റ ഷോക്കോ എന്നാണ് ചോദ്യം. ജിമ്മി, കേരളത്തിനേറ്റ ഷോക്കല്ലേ? ഞെട്ടിപ്പോയല്ലോ നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, അവരുടെ കരച്ചിൽ കാണുമ്പോൾ. ഇനിയല്ല, കരച്ചിലൊക്കെ കാണുന്നതിന് മുമ്പേ ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയോ ആയിക്കോട്ടെ, ഉത്തരവാദികൾ ആരോ ആയിക്കോട്ടെ, ഒരു കുഞ്ഞാണ് പോയത്. കേരളം കണ്ട രണ്ടാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണ് ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കിടയിൽ രണ്ടാമത്തെ ഒറ്റപ്പെട്ട സംഭവം. ആദ്യത്തെ ഒറ്റപ്പെട്ട സംഭവത്തിൽ വളരെ അവധാനതയില്ലാതെ പെരുമാറിയ സർക്കാർ സംവിധാനങ്ങൾ, മന്ത്രിമാരൊക്കെ വളരെ പെട്ടെന്ന് ഇത്തവണ വളരെ ശ്രദ്ധിച്ചാണ് മറുപടി പറഞ്ഞത്. മന്ത്രി ശിവൻകുട്ടി, KSEB മന്ത്രി അപ്പോൾ തന്നെ പ്രതികരണം നടത്തുന്നു. പക്ഷേ നോക്കൂ, അത് കഴിഞ്ഞ് ചിഞ്ചുറാണി എന്ന മന്ത്രി, കൊല്ലം ജില്ലക്കാരിയായ മന്ത്രി പറഞ്ഞത് ആ കുഞ്ഞ് ശ്രദ്ധിക്കേണ്ടേ എന്നുള്ളതാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത് ഓക്കെ, ഒരു കുഞ്ഞ് ശ്രദ്ധിക്കേണ്ടേ എന്ന് പറയാം.
പക്ഷേ ഒരു മന്ത്രിയാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, ഒരു ചടങ്ങിലാണ് ഈ മന്ത്രി സംബന്ധിച്ച്, ആ ചടങ്ങിൽ സൂംബ ഡാൻസോ മറ്റോ ഉണ്ട്, അതിൽ ഈ മന്ത്രി പങ്കെടുത്തു എന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഒരു മന്ത്രിയാണേ, സർക്കാർ ഒരു സംവിധാനത്തോട് കുഴപ്പങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അതിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കുക. മറുവശത്ത് മന്ത്രി ആദ്യം പറയുന്നു വേറെ ആരുടെയും കുറ്റമല്ല, കുഞ്ഞിൻ്റെ കുറ്റമാണ്. എന്നിട്ട് ആ ചടങ്ങിൽ ഒരു സൂംബ ഡാൻസിൽ ചുവട് വയ്ക്കുകയാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി. ഇതിലും വലിയ നാണക്കേടുണ്ട്. മന്ത്രി ജെ ചിഞ്ചുറാണി രാജിവെക്കുകയാണ് ഏറ്റവും മിനിമം ചെയ്യേണ്ട ഒരു കാര്യം. വേറെ ഒന്നുമല്ല അവരോട് നമ്മൾ ആവശ്യപ്പെടേണ്ടത്. കേരളത്തിൽ കുട്ടികൾ നടക്കുന്ന സ്ഥലങ്ങൾ, അത് പ്രധാനപ്പെട്ട സ്ഥലം സ്കൂളാണ്, ബാക്കിയുള്ള കളിസ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ചുള്ള നിയമങ്ങളുള്ളത്. ഇപ്പോൾ സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. സ്കൂൾ സുരക്ഷാ ഗൈഡ് ലൈൻസ് പറഞ്ഞാൽ 28 പേജുള്ള ഒരു സാധനമുണ്ട്. അതിനകത്ത് വിശദമായി കാര്യങ്ങൾ പറയുന്നു. എന്ന് മാത്രമല്ല, മെയ് 13 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പുറത്തിറക്കിയ ഡയറക്റ്റീവ് കൃത്യമായി പറയുന്നുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ക്ലാസ്സുകൾ നടത്താവൂ. സ്കൂൾ പരിസരത്ത് അപകടകരമായ വൈദ്യുതി ലൈനുകൾ ഒഴിവാക്കണം. അത് സ്കൂളിലേക്ക് വരുന്ന വഴി മുതൽ എല്ലായിടത്തും വേണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ KSEB അധികൃതരെ അറിയിക്കണം. ഇത് ഈ ലൈൻ മുകളിലൂടെ പോവുകയാണെന്നും അത് പൊട്ടി വീഴാനല്ലാതെ നേരിട്ട് അപകടം ഉണ്ടാവില്ലെന്നും അറിയാത്തവരല്ല കുട്ടികൾ ഇങ്ങനെയൊക്കെ കയറുമെന്നും ഇങ്ങനെയൊക്കെ അപകടം സംഭവിക്കാമെന്നും അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ മാർഗ്ഗരേഖ പുറത്തിറക്കുന്നത്. അങ്ങനെയാണ് കേരളം നമ്പർ 1 ആകാൻ ശ്രമിക്കുന്നത്, നമ്പർ 1 ആയത്. ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള സിസ്റ്റം നമുക്കുണ്ട്. അതനുസരിച്ച് ഗൈഡ് ലൈൻസ് പുറത്തിറങ്ങിയതാണ്. എന്നിട്ടോ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിയുകയും ആദ്യഘട്ടത്തിൽ ഇതേക്കുറിച്ച് ചർച്ച നടക്കുകയും ചെയ്തു. KSEB അധികൃതരും സ്കൂൾ അധികൃതരും തമ്മിൽ ചർച്ച നടന്നു. അതിനുശേഷം ഒരു പോസ്റ്റ് ഈ വിഷയം ഒഴിവാക്കാം എന്നത് ഘട്ടം വരെ എത്തി. പക്ഷേ അവിടെ വെച്ച് നിന്നുപോയി. അത് KSEBയുടെ ഭാഗത്തു നിന്നാണോ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നാണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ നമ്മൾ ആ വിഷയം പരിഹരിച്ചില്ല. നമുക്ക് കോട്ടയത്ത് ഇതുപോലെ തന്നെയല്ലേ സംഭവിച്ചത്. ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴാൻ എല്ലാ സാധ്യതയുണ്ടെന്ന് പറയുകയും കെട്ടിടത്തെ അടുത്ത സ്ഥലത്തേക്ക് ഇത് മാറ്റണമെന്ന് പറയുകയും ചെയ്ത് തീരുമാനമെടുക്കാൻ ഒരല്പം വൈകിപ്പോയി, ഒരാൾ മരിച്ചു. അന്ന് രാത്രി തന്നെ ഈ ഷിഫ്റ്റിംഗ് നടന്നു. അതുവരെ നടക്കാതിരുന്ന പുതിയ കെട്ടിടത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് നടന്നു. ഇന്നിപ്പോൾ കൊല്ലത്ത് എന്താ നടക്കുന്നതെന്നറിയോ? ആ വൈദ്യുതി ലൈൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ പോസ്റ്റ് വരുന്നു, മാറ്റുന്നു. അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ അപകടം വന്നാൽ അപ്പം തന്നെ നമ്മൾ ഈ സാധനങ്ങളെക്കുറിച്ചൊക്കെ പെട്ടെന്ന് ആലോചിക്കും. 1-2 വർഷം മുമ്പാണ് സ്കൂളിൽ പാമ്പ് കടിയേറ്റൊരു കുഞ്ഞു മരിച്ചത്. അന്ന് നമ്മളെല്ലാവരും എത്രയൊക്കെ സ്കൂളുകളിൽ എവിടെയൊക്കെ കുഴികളുണ്ടെന്ന് തപ്പി നടക്കുകയായിരുന്നു. വലിയ വാർത്തകളുണ്ടായിരുന്നു. അതോടുകൂടി ഇപ്പോൾ എത്ര സ്കൂളുകളിൽ കുഴിയുണ്ട്, എത്ര സ്കൂളുകളിലെ കുഴികളിൽ പാമ്പുണ്ടെന്ന് നമ്മളും ആലോചിക്കുന്നില്ല, സ്കൂൾ അധികൃതരും ആലോചിക്കുന്നില്ല. ഇനിയിപ്പോൾ അവതരിപ്പിക്കുന്ന അടുത്ത പരിപാടി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെയും മുകളിൽ എത്ര അപകടകരമായ വൈദ്യുതി ലൈനുകൾ തൂങ്ങി നിൽക്കുന്നു എന്നുള്ളതായിരിക്കും. നല്ല കാര്യമാണ് ഓരോരോ അപകടമുണ്ടാകുമ്പോൾ നിങ്ങൾ ഇതിനെ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അതിന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് വെറുമൊരു അപകടമാകുന്നില്ല, ഒരു കുടുംബത്തിൻ്റെ, ഒരു നാടിൻ്റെ നഷ്ടമാണ്. എന്നിട്ട് ഒരു മന്ത്രി ഡാൻസ് കളിക്കൂടെ ചെയ്താൽ എങ്ങനെയിരിക്കും? ഇവിടെ ഇത് CPM നടത്തുന്ന സ്കൂളാണോ അല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ അങ്ങനെ എത്ര സ്കൂളുകളുണ്ടെന്നറിയോ? സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, ഇങ്ങനെയൊക്കെ ഇനിയും പ്രശ്നമുള്ള, നിങ്ങൾ നടന്നുപോയി നോക്കിയാൽ ഈ കൊച്ചി നഗരത്തിന് പുറത്ത് എത്ര സ്കൂളുകൾ അങ്ങനെയുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം? അടിസ്ഥാനപരമായി സ്കൂളുകൾക്ക് കാര്യമായ സാമ്പത്തിക ശേഷി ഇല്ലാത്ത സംവിധാനങ്ങൾക്ക് ഇതൊന്നും നേരെയാക്കാനുള്ള ശേഷിയില്ല. അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് എടുത്തു നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പഠിച്ചത് സർക്കാർ സ്കൂളുകളാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ കണ്ട അപകടത്തിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് മരിച്ചത്. കോട്ടയത്ത് അപകടമുണ്ടായപ്പോഴും അവിടെ മരിച്ചതും ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീ ബിന്ദു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഓരോ തവണ സ്കൂളിനകത്ത് നടക്കുന്ന അപകടം ഉണ്ടായാലും അന്ന് ഈ പാമ്പ് കടിയേറ്റ് കുഞ്ഞു മരിക്കുമ്പോഴും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അത് സർക്കാർ സ്കൂളായിരുന്നു, ഇത് എയ്ഡഡ് സ്കൂളാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നൊരു വലിയ മാറ്റം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖന്മാർ പഠിച്ച സർക്കാർ സ്കൂളുകളിൽ നിന്ന് എപ്പോഴാണ് ഈ പ്രമുഖന്മാരും കൊള്ളാവുന്ന വീട്ടിലെ ആളുകളും പോകാതായത്? അത് പാവപ്പെട്ട ആളുകൾ സർക്കാർ സ്കൂളിലേക്ക് വന്നപ്പോഴാണ്. അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം. പാവപ്പെട്ട കുട്ടികൾ സർക്കാർ സ്കൂളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഈ സർക്കാർ സ്കൂളിലെ കൊള്ളാവുന്ന വീട്ടിലെ കുട്ടികൾ പുതിയൊരു സ്കൂളിലേക്ക് മാറുന്നു. അതിൻ്റെ പേരാണ് എയ്ഡഡ് സ്കൂളുകൾ. 80കളിൽ കേരളത്തിലെ കൊള്ളാവുന്ന വീട്ടിലെ കുട്ടികൾ പഠിച്ചത് എയ്ഡഡ് സ്കൂളുകളിലാണ്. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ ഈ എയ്ഡഡ് സ്കൂളുകളിലേക്ക് വരുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് 90കളാകുമ്പോൾ. അപ്പോൾ ഇവർ മുഴുവൻ ഷിഫ്റ്റ് ചെയ്യുകയാണ് എങ്ങോട്ടാ? പ്രൈവറ്റ് സ്കൂളുകളിലേക്ക്.
പ്രൈവറ്റ് സ്കൂളുകളിലേക്കും സാധാരണക്കാരൻ്റെ അതിൽ താഴെയുള്ള മക്കളെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി പഠിപ്പിക്കാൻ വരുമ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്കൂളുകളിലേക്ക് ഇവർ മാറുകയാണ്. ഇങ്ങനെ പാവപ്പെട്ടവർക്ക് മാത്രമായി പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ പിന്നെ താഴോട്ടാണ് പോവുക. 90കളിൽ കേരളത്തിലൊരു വലിയ സമരം ഉണ്ടായിട്ടുണ്ട്. അത് സ്കൂളുകൾ ആര് നന്നാക്കി നടത്തണം എന്നുള്ളതായിരുന്നു. PTA-കൾക്ക് വളരെ വലിയ അധികാരം കൊടുത്തുകൊണ്ടായിരുന്നു ഒരു പുതിയ സർക്കാർ തീരുമാനം വരുന്നത്. അന്ന് പല ആളുകളും സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, സർക്കാർ ഈ സംവിധാനത്തിൽ നിന്നെല്ലാം പിന്മാറുകയാണ്. പകരം PTA-ക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണം അത് മുട്ടയും പാലും കൊടുക്കാനുള്ള സംവിധാനം വരുന്നു. ഇപ്പോൾ മന്ത്രി ബിരിയാണി അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇതിൻ്റെ പൈസ ആരാ കൊടുക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർക്കാർ കുറച്ച് പൈസ കൊടുക്കും. ഇത് PTA-യുടെ ഉത്തരവാദിത്തമാണ്. PTA-ആണ് ഇത് നടത്തേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന നമ്മളിപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന എയ്ഡഡ് സ്കൂൾ, ഈ എയ്ഡഡ് സ്കൂളിൽ തകര ഷെഡാണ്. ഇതിൻ്റെ പണം എവിടുന്ന് വരും? എങ്ങനെയാണ് കേരളത്തിലെ എയ്ഡഡ് സ്കൂളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അറിയോ? ഇത് പണമുള്ള കുറച്ച് സ്കൂളുകൾ മാത്രം. എയ്ഡഡ് സ്കൂളുകളെ ആർക്കും വേണ്ട. പാവപ്പെട്ടവർ പഠിക്കുന്ന സ്കൂളായി മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് സമ്പന്നന്മാർ പഠിക്കുന്ന എയ്ഡഡ് സ്കൂളായിരുന്നെങ്കിൽ ഇപ്പോൾ പാവപ്പെട്ടവർ പഠിക്കുന്ന എയ്ഡഡ് സ്കൂളാണ്. ആ എയ്ഡഡ് സ്കൂളിൽ മാനേജ്മെൻറ്റിനും പൈസയില്ല, PTA-ക്കും പൈസയില്ല, ആർക്കും പണമില്ല. സർക്കാർ സ്കൂളിൽ പക്ഷേ ഇതിനിടയ്ക്ക് രക്ഷപ്പെട്ടു പോയിട്ടോ. കാരണം ഈ സർക്കാരിൻ്റെ കാലത്ത്, തൊട്ടുമുമ്പത്തെ സർക്കാരിൻ്റെ കാലത്തൊക്കെ കാര്യമായി പണം വരികയും സർക്കാർ സ്കൂളുകൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ സ്കൂളിൻ്റെ സ്ട്രക്ചറുകൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എയ്ഡഡ് സ്കൂളുകൾ ഇതിനിടയ്ക്ക് എവിടെയോ എല്ലാവരും മറക്കുമല്ലോ. കാരണം പാവപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊരു സിസ്റ്റത്തിൻ്റെ സിസ്റ്റമാണ് പ്രശ്നം. അത് വളരെ ദയനീയമായ രീതിയിൽ സിസ്റ്റമാണ് പ്രശ്നം. സ്കൂളുകളെ, വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് സർക്കാർ കൈവിട്ടത്? എന്നിട്ട് നാട്ടുകാർ നോക്കിക്കോ, അത് പഞ്ചായത്ത് പ്രസിഡൻറ്റും PTA നോക്കിക്കോ, മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളാണെങ്കിൽ എയ്ഡഡുകാർ നോക്കിക്കോ എന്ന് പറഞ്ഞ് പിന്മാറിക്കഴിഞ്ഞപ്പോൾ സർക്കാർ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ട ഉത്തരവാദിത്തം PTA-യുടെ ആയി. എയ്ഡഡ് സ്കൂളുകളിലെ കെട്ടിടമടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായി? അതും അവിടുത്തെ PTA-ക്കും അവിടെ മാനേജ്മെൻറ്റിനുമായി. കൊള്ളാവുന്ന വീട്ടിലെ കുട്ടികൾ ആരെങ്കിലും ഏതെങ്കിലും സ്കൂൾ ഇടിഞ്ഞ് മരിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? മരിച്ചതായി കേട്ടിട്ടുണ്ടോ? കാരണം അതൊക്കെ പ്രൈവറ്റ്, അവിടെ നിന്ന് ഇൻ്റർനാഷണൽ ഇപ്പോൾ വിളിക്കുന്ന സ്കൂളിലെ കുട്ടികളാണ്. അവർക്കൊന്നും പറ്റില്ല. ഇവിടെ ആർക്കും വേണ്ടാത്ത ഒരു വലിയ വിഭാഗം മാത്രം പഠിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ കുറച്ച് നാളത്തേക്ക് ഇനി വൈദ്യുതി ലൈൻ തട്ടിയ അപകടം ഉണ്ടാവില്ലായിരിക്കും. കേരളം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വലിയ അപകടമുണ്ടായി. ഒരു സ്ത്രീ മരിച്ചു. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്, ബിന്ദു. വലിയ സമരങ്ങൾ നടന്നു. സർക്കാർ ഇത്തരം കെട്ടിടങ്ങളെക്കുറിച്ചുള്ള ഒരു ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചു അന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതിൻ്റെ കണക്കെവിടെയാണ്? ജനങ്ങളോട് പറയണ്ടേ, കേരളത്തിൽ ഇത്ര സർക്കാർ ആശുപത്രികൾക്ക് അപകടാവസ്ഥയിലാണ്, ഞങ്ങളതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ എന്നിട്ട് എന്താ ചെയ്തത്? ബിന്ദുവിൻ്റെ കുടുംബത്തിന് പണം കൊടുത്തു. അതോടുകൂടി സമരത്തിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറുന്നു, അത് അവസാനിക്കുന്നു. ഇതിൻ്റെ ഓഡിറ്റ് എവിടെ പോയി? ഇനി ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള വൈദ്യുതി കമ്പിയുടെ പ്രശ്നം, അല്ലെങ്കിൽ അനധികൃതമായ ഷെഡിൻ്റെ പ്രശ്നം, കേരളത്തിലെ എത്ര സർക്കാർ സ്കൂളുകളിൽ, എത്ര എയ്ഡഡ് സ്കൂളുകളിൽ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്? പഠിക്കുമായിരിക്കും. അതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കുമോ? ഒരു കാര്യത്തിന് കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് സർക്കാർ പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വലിയ വിവാദങ്ങൾ നമ്മൾ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയാൻ, അതിനുശേഷം എന്ത് ചെയ്തു എന്ന് പറയാൻ ഇതുവരെ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. സ്കൂളുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അതേസമയം മറക്കരുത്, ഇതൊരു സിസ്റ്റമിക് പ്രശ്നമുണ്ട്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ, കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളെ PTA-ക്കും നാട്ടുകാർക്കും വിട്ടുകൊടുത്ത് സർക്കാർ പിന്മാറിയതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. സർക്കാർ സ്കൂളുകൾക്ക് പിന്നെ അതിൻ്റെ സ്ട്രക്ചർ നന്നാക്കാൻ സംസ്ഥാന സർക്കാർ തിരിച്ചു വന്ന് കിഫ്ബി വഴിയൊക്കെ പണം കൊടുത്തു. പക്ഷേ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യം അതിദയനീയമാണ്. അതാർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് പാവപ്പെട്ടവർ പഠിക്കുന്ന സ്കൂളാണ്. പ്രൈവറ്റിലും ഇൻ്റർനാഷണലുമാണ് ബാക്കിയുള്ളവർ. അവർക്കൊന്നും വരില്ലല്ലോ. നോക്കൂ, ഈ വിഷയത്തിൽ വല്ലാത്തൊരു ഷോക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാനതിനെ ഇരട്ട ഷോക്ക് എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പാണ് ചിഞ്ചുറാണിയുടെ ആ ബൈറ്റ് പൂർണ്ണമായിട്ടും ഞാൻ കേട്ടത്. എത്ര നിർവികാരമായ, എത്ര ഇൻസെൻസിറ്റീവായ, എത്ര വകതിരിവില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മന്ത്രി ചിഞ്ചുറാണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ ആദ്യം അത് പറഞ്ഞു തുടങ്ങാം. എന്താണ് ചിഞ്ചുറാണി പറഞ്ഞത്? പറഞ്ഞതിലൊരു ഭാഗം ഇങ്ങനെയാണ്: കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, പന്തുകൊണ്ടുള്ള കളിയല്ലേ? ആ പന്തുകൊണ്ടുള്ള കളിയല്ല, ചെരുപ്പ് കൊണ്ടുള്ള കളിയായിരുന്നില്ലേ? കളിച്ച് ചെരുപ്പ് ഷെഡിൻ്റെ മുകളിൽ ചെന്ന് വീണു. ചെരുപ്പെടുക്കാൻ ചെന്നപ്പോൾ കമ്പിയിൽ പിടിച്ചു വീണു.
കുട്ടി മരിച്ചുപോയി. അധ്യാപകരുടെ ഒന്നും കുറ്റമല്ലല്ലോ. ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആപത്കരങ്ങളായ സംഭവങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ലല്ലോ. സഹപാഠികൾ കയറരുത് എന്ന് പറഞ്ഞിട്ടും കുട്ടി അവിടെ വലിഞ്ഞ് കയറി. അധ്യാപകരുടെ കുഴപ്പമല്ലല്ലോ. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. നോക്കൂ, ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചുരുങ്ങിയത് ഇന്നത്തെ ദിവസമെങ്കിലും, അതല്ല ഒരു ദിവസം പോലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ചിഞ്ചുറാണി പറഞ്ഞത് അത്യന്തം അപലപനീയമായൊരു പ്രസ്താവനയാണ്. 3 കാര്യങ്ങളാണ്. 1, ഇത്തരം ആപത്കരങ്ങളായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് നമ്മൾക്കറിയണമെന്നില്ലല്ലോ എന്നാണ്. ഇത് പിന്നെ ആരാ അറിയേണ്ടത്? ഇതാരാ അറിയേണ്ടത്? CPM-ൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ് പൂർണ്ണമായും, ഞാനത് അന്വേഷിച്ചു, ആ സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഞാൻ പറയാം. ആ മാനേജ്മെൻറ്റ് ഈ കമ്പി താഴ്ന്നു കിടക്കുന്നുവെന്നും ഷെഡിൻ്റെ മുകളിൽ അപകടകരമായ നിലയിലാണ് അതൊന്നും അറിയേണ്ടതല്ലേ? മന്ത്രി ചിഞ്ചുറാണി പറയുന്നു ഇത്തരം ആപത്കരങ്ങളായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത് നമ്മൾ അറിയണമെന്നില്ലല്ലോ. അറിയണമെന്നുണ്ട് സാർ. അതിനുവേണ്ടിയാണ് 13-ാം തീയതി നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ മെയ് 13-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു സർക്കുലർ ഇറക്കുന്നത്. ആ സർക്കുലറിലെ 9-ാമത്തെ ഭാഗത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ മന്ത്രിയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റും കാണാതെ പോയത്. എന്താണ് പറയുന്നത്? സ്കൂളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള വൈദ്യുതി പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേവെയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരമാം വിധം കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട KSEB അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇതറിയേണ്ടതല്ലേ? അതാണ് ചോദ്യം. ഒന്നുകിൽ മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊരു കുന്തവും അറിയില്ല. ഞാൻ ചിഞ്ചുറാണി മിനിസ്റ്ററുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ മിനിമം മൗനം പാലിക്കാനെങ്കിലും ഇന്നത്തെ ദിവസമെങ്കിലും മൗനം പാലിക്കാൻ മന്ത്രി തയ്യാറാകേണ്ടിയിരുന്നു. എന്നിട്ട് പറയാണ് ആ കുഞ്ഞ് വലിഞ്ഞു കയറിയത് കൂട്ടുകാരുടെ ഉപദേശം കേൾക്കാതെയല്ലേ എന്ന്. അവിടെ രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങുന്നത്, 8:30 കുട്ടിയും മറ്റു കുട്ടികളും അവിടെ എത്തും. നമ്മളൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പോയി മൈതാനങ്ങളിൽ കളിച്ചിട്ടൊക്കെ തന്നെയാണ് ക്ലാസ്സിന് പോയിരുന്നത്. അല്ലാതെ സ്പെഷ്യൽ ട്യൂഷനിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വീട് എന്ന കൂട്ടിൽ നിന്ന് സ്കൂൾ ബസ് എന്ന കൂട്ടിലേക്കും സ്കൂൾ ബസ് എന്ന കൂട്ടിൽ നിന്ന് ക്ലാസ് മുറി എന്ന കൂട്ടിലേക്കും പോയി ജീവിക്കുന്ന കുട്ടികളല്ല മിനിസ്റ്റർ. പകരം അവിടെ നമ്മൾ ഇതേപോലെ മൈതാനങ്ങളിൽ കളിച്ചൊക്കെ വളർന്ന കുട്ടികളാണ്. കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ്റെ ചെരുപ്പ് ഫുട്ബോളിന് പകരം മുകളിലേക്ക് തെറിച്ചുപോയി. ഏതോ ഒരു ഷോട്ട് എടുത്തതാണവൻ. അപ്പോൾ ആ ചെരുപ്പ് മുകളിലേക്ക് തെറിച്ചു പോയപ്പോൾ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാൻ വേണ്ടി മുകളിൽ കയറിയ മിഥുൻ എന്താണ് അവൻ നമുക്ക് നൽകുന്ന സന്ദേശം കൂടി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. മിനിസ്റ്റർ ആലോചിക്കാതെ പോയി. അവൻ്റെ ചെരുപ്പെടുക്കാനല്ല അവൻ കയറിയത്, അവൻ്റെ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുത്ത് കൊടുക്കാൻ പോയതാ. ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്വകാര്യ ഇൻ്റർനാഷണൽ സ്കൂളുകളിലെ ഈ പറയുന്ന ബോൺസായി ക്ലാസ്സുകളിൽ കാണാൻ പറ്റുമോ? ഇതേപോലുള്ള സർക്കാർ സംവിധാനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ അല്പമെങ്കിലും നിലനിൽക്കുന്ന ഒരു മേന്മ എന്ന് പറയുന്നത്, ഒരു ഗുണം എന്ന് പറയുന്നത്, അവനൊരു പക്ഷേ എല്ലാ വിഷയങ്ങൾക്കും A+ ഒന്നും വാങ്ങുന്നവനായിരിക്കില്ല. അവനൊരു പക്ഷേ നാളെ നീറ്റ് എൻട്രൻസ് പരീക്ഷയിൽ 1-ാം റാങ്ക് കിട്ടണമെന്ന് നിർബന്ധവും ഉണ്ടാവില്ല. അവനൊരു പക്ഷേ നിങ്ങളുടെ വടിവത്ത ഇംഗ്ലീഷ് ഭാഷ അനായാസം സംസാരിച്ച് നിങ്ങളെ വിസ്മയിപ്പിക്കാൻ കഴിയുന്നവരുമാവില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ചെരുപ്പൊന്ന് മുകളിൽ പോയാൽ അവന് വേണ്ടി എടുക്കാൻ കയറാൻ ചിലപ്പോൾ അവന് പറ്റിയെന്നിരിക്കും. അങ്ങനെയുള്ള മനസ്സ് അവൻ കാണിച്ചെന്നിരിക്കും. അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സിനെ ബഹുമാനപ്പെട്ട മന്ത്രി ഇകഴ്ത്തി സംസാരിക്കരുത്. ആ കുട്ടിക്കാണ് ഒടുവിൽ ഉത്തരവാദിത്വം അത്രേ. എന്നിട്ട് പറയുക അധ്യാപകർക്കൊന്നും ഇതിന് കുറ്റമില്ല. പിന്നെ ആർക്കാണ് സർ ഉത്തരവാദിത്വം? അതുകൊണ്ടല്ലേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു സുരക്ഷാ സമിതിയുടെ റിപ്പോർട്ടുണ്ടല്ലോ. ജൂലൈ മാസം 7-ാം തീയതി ഈ സ്കൂളിലൊരു സുരക്ഷാ സമിതി യോഗം നടന്നിരുന്നു. ആ സുരക്ഷാ സമിതി യോഗത്തിൽ അവിടുത്തെ അധ്യാപകർ പങ്കെടുത്തിരുന്നു. KSEB ഉദ്യോഗസ്ഥനായ അനീസ് പങ്കെടുത്തിരുന്നു. അതായത് ജൂലൈ മാസം 7-ാം തീയതി സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുമ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു അവലോകന യോഗം, സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച് തുടങ്ങുന്ന സമയത്ത്, സ്കൂൾ പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ സുരക്ഷാ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജൂലൈ മാസം 7-ാം തീയതി നടത്തിയ യോഗം, ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ മിനിറ്റ്സിൽ KSEBയുടെ സബ് എഞ്ചിനീയർ അനീസ് പങ്കെടുത്തിട്ടുണ്ട്. ആ മിനിറ്റ്സ് യോഗത്തിൽ ഒരിടത്തു പോലും ഈ പറയുന്ന കേബിളിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. അത് അത്യന്തം അപകടകരമാണെന്നും അതുടനെ മാറ്റണമെന്നും അവിടെ ഒരാൾ പോലും പറഞ്ഞതായ മിനിറ്റ്സിലില്ല. അവിടെയാണ് ഈ അധ്യാപകർക്ക് അതിന് ഉത്തരവാദിത്വമില്ലേ? മാനേജ്മെൻറ്റിന് അതിന് ഉത്തരവാദിത്വമില്ലേ? ഇനി നമുക്ക് ആ മാനേജ്മെൻറ്റിലേക്ക് വരാം. ആരുടെയൊക്കെയാണ് ഇതിനകത്ത്? അപ്പോൾ അതുകൊണ്ട് മിനിസ്റ്റർ ചിഞ്ചുറാണി ഈ പറഞ്ഞ വാചകം അത്യന്തം അപലീപനമാണ്. അവർ ആ വാക്ക് പിൻവലിച്ചു മാപ്പ് പറയണം കേരളത്തിലെ പൊതുസമൂഹത്തോട്. അത് കഴിഞ്ഞതിന് ശേഷം CPയുടെ വനിതാ സംഗമത്തിൽ തൃപ്പൂണിത്തുറയിൽ സൂംബ ഡാൻസ് കളിക്കുകയാണ് ഈ മന്ത്രി.
അതായത് കുഞ്ഞിൻ്റെ വിവരം അറിഞ്ഞതിനു ശേഷം സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു പരിപാടിയിൽ, അതും വിദ്യാഭ്യാസ വകുപ്പിനെ പിന്തുണച്ചുകൊണ്ടുള്ള സൂംബ ഡാൻസ് കളിക്കാൻ കഴിയുക? വക്കയുടെ പേരിൽ നല്ല താളത്തിനൊത്തു നിന്ന് തുള്ളുകയാണ് മന്ത്രി ചിഞ്ചുറാണി. അത്യന്തം അപലപനീയമാണ്, വളരെ ഇൻസെൻസിറ്റീവാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ മറ്റൊരു മന്ത്രി പറഞ്ഞതാണ് നമുക്ക് ആവർത്തിക്കാനുള്ളത്, വകതിരിവ് എന്നൊരു സാധനമുണ്ട് എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത്യന്തം അപലപനീയമായിരുന്നു മന്ത്രി ചിഞ്ചുറാണിയുടെ പ്രതികരണവും ഇന്നത്തെ പെർഫോമൻസും. ഇനി സ്കൂളിനെ കുറിച്ച് പറയാം. സ്കൂള് CPM-ൻ്റെ പൂർണ്ണമായിട്ടുള്ള മാനേജ്മെൻറ്റ് നിയന്ത്രണത്തിലുള്ള സ്കൂള് തന്നെയാണ്. കാരണം ഈ സ്കൂളിനൊരു ചരിത്രമുണ്ട്. പണ്ടത്തെ MLA ആയിരുന്ന CP കരുണാകരൻ പിള്ള CPIM-ൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്. CITU-വിൻ്റെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. കുടുംബമൊന്നുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു CP കരുണാകരൻ പിള്ളയുടേത്. കൊല്ലത്ത് CP കരുണാകരൻ പിള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവർക്കും അത്രയും ബഹുമാനമുണ്ട്. കറകളഞ്ഞ സഖാവായിരുന്നു CP കരുണാകരൻ പിള്ള. CP കരുണാകരൻ പിള്ളയ്ക്ക് കിട്ടിയ ഒരു ഭൂമി CP കരുണാകരൻ പിള്ള മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂളിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. ആ സ്കൂളിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം CP-യുടെ നിയന്ത്രണത്തിലൊരു ട്രസ്റ്റിലായിരുന്നു, അഥവാ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു CP ഇത് നിയന്ത്രിച്ചിരുന്നത്. CP കരുണാകരൻ പിള്ളയുടെ സ്കൂള് CP കരുണാകരൻ പിള്ള മരിച്ചതിന് ശേഷം 2005 ശേഷമാണെന്ന് തോന്നുന്നു അത് പൂർണ്ണമായിട്ടും പാർട്ടി ഏറ്റെടുക്കുന്നു. പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ജനകീയ സമിതി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അതിലും ഉള്ളതിൽ ഞാൻ മനസ്സിലാക്കുന്നത് 100% അംഗങ്ങളും LC അംഗങ്ങളും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുമാണ്. കാര്യം ഇത് പൂർണ്ണമായും പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂൾ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിൽ നിർത്തുന്ന അർത്ഥമില്ല. മാനേജ്മെൻറ്റിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. എന്താ കാരണം? ആ മാനേജ്മെൻറ്റിന് ഇതിന് ഉത്തരവാദിത്വമുണ്ട്. അവിടുത്തെ ടോയ്ലറ്റുകൾ നോക്കിയിട്ടുണ്ടോ? അവിടുത്തെ ക്ലാസ് മുറികൾ നോക്കിയിട്ടുണ്ടോ? എത്ര ശോചനീയമാണെന്നറിയാമോ അവിടുത്തെ അവസ്ഥ? അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലേ. മോഡൽ ബോയ്സ് സ്കൂൾ എന്ന തേവലക്കര ബോയ്സ് സ്കൂൾ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലാണ് ആളുകൾ അതിനെ കാണുന്നത്. പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന, ആ അതിദരിദ്രരായ കുട്ടികൾ പഠിക്കുന്ന, കൂലിപ്പണിക്കാരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ. ആരാ ചോദിക്കുക? അവിടെ അഡ്മിഷൻ കിട്ടി, കുട്ടികൾ പഠിക്കുന്നു, തിരിച്ചു വരുന്നു, അവരവരുടെ വഴിക്ക് പോകുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വവും ഫിക്സ് ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം നിലവിൽ ഈ സംവിധാനത്തിലെ മാനേജ്മെൻറ്റിനാണ്. ആ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ തമ്മിലടിയൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർച്ചയില്ലാതെ ഈ സ്കൂളിൻ്റെ നിയന്ത്രണത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കുത്തഴിഞ്ഞൊരു മാനേജ്മെൻറ്റാണ്. അവിടുത്തെ ഹെഡ് മിസ്റ്റേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ദയനീയ പരാജയം ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വമില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും ആരും കേൾക്കാത്ത സംവിധാനമാണ് അവിടെ ഉള്ളത് എന്നാണ്. അതാണ് ആദ്യത്തെ വീഴ്ച. രണ്ടാമത്തെ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSEB-യുടെ വീഴ്ച ചെറുതാണോ? KSEB-ക്ക് ഈ സർക്കുലർ KSEB-ക്കും പോയിട്ടുണ്ട്. KSEB അല്ലേ ഉദ്യോഗസ്ഥരല്ലേ ഇത് കൃത്യമായിട്ട് അറിയേണ്ടത്? എത്ര നാളായിട്ട് അവിടെ ഉണ്ടെന്നേ ഇങ്ങനൊരു തകര ഷെഡ്, ഇത്രയും അധികം വൈദ്യുതി കടന്നു പോകുന്ന 450 kV ലൈനാണെന്ന് തോന്നുന്നു. ഇത്രയും ശക്തിയുള്ള വൈദ്യുതി കടന്നു പോകുന്ന ലൈനിനു കീഴെ ഇങ്ങനെയൊരു തകര ഷെഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അത് കണ്ടില്ല എന്ന് അവിടുത്തെ KSEB എഞ്ചിനീയർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഈ സ്കൂളിൽ വന്നിട്ടുണ്ടെന്നേ KSEB-യുടെ സബ് എഞ്ചിനീയർ കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ഒരു കുഞ്ഞിന്റെ ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാ വരുന്നു പോസ്റ്റ്, ദാ വരുന്നു ഇലക്ട്രിക് ലൈൻ. ആ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് KSEB-ക്കും ഇതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. മന്ത്രിക്ക് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നറിയാം. പക്ഷേ ആ ഉത്തരവാദിത്തങ്ങളിൽ അടിസ്ഥാനമായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ സെക്ഷനുകളിൽ അപകടകരമായ വിധം ഇങ്ങനെ കേബിളുകൾ ചാഞ്ഞു നിൽപ്പുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം അതാത് സെക്ഷനുകളിലെ സബ് എഞ്ചിനീയർമാർക്കും ചീഫ് എഞ്ചിനീയർമാർക്കുമുണ്ട്. അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം KSEB മന്ത്രിക്കുണ്ട്. മന്ത്രി കിഷൻകുട്ടിയുടെ ഭാഗത്തു നിന്നും KSEB-യുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു. വീഴ്ച നമ്പർ 2. വീഴ്ച നമ്പർ 3, PTA ഭാരവാഹികൾ ഇതിൽ വളരെ കൃത്യമായിട്ട് അവരുടെ കുഞ്ഞുങ്ങളല്ലേ അവിടെ പഠിക്കുക. അതിനകത്തൊരു അക്കൗണ്ടബിലിറ്റി അവർക്ക് കൂടിയില്ലേ? നമ്മൾക്ക് ഏതെല്ലാം വിഷയങ്ങളിൽ പ്രതിഷേധിക്കാം. കോവൂർ കുഞ്ഞുമോനാണ് അവിടുത്തെ MLA എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ ആ MLA-ക്ക് പോലും ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PTA-യുടെ ഭാരവാഹി പട്ടിക നോക്കുമ്പോൾ PTA-യുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പഴയ വൈസ് പ്രസിഡന്റാണ്, ഒരു പഴയ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. തേവലക്കര മുൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മറ്റുമാണ് ജോസ് ആന്റണി എന്ന് പറയുന്നത്. കോൺഗ്രസ് ആണ് അദ്ദേഹം എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ അവിടുത്തെ വാർഡ് മെമ്പർ കോൺഗ്രസിന്റെ വാർഡ് മെമ്പറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പാർട്ടിയല്ല വിഷയം, അവിടെയുള്ള വ്യക്തികളാണ് വിഷയം. പാർട്ടി അവിടുത്തെ മാനേജ്മെന്റ് CPM-ൻ്റെതാണ്. വാർഡ് മെമ്പർ ലാലി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെതാണ്. പക്ഷേ വാർഡ് മെമ്പർ അടുപ്പിക്കലായിരുന്നു എന്നാണ് പറയുന്നത്. ആ മാനേജ്മെന്റ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ഇതര വ്യക്തികളെ ആരും ഈ പറയുന്ന പരിപാടികളിൽ അടുപ്പിക്കലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാലി നിസ്സഹായല്ലേ? പക്ഷേ ലാലിക്ക് പറയാമായിരുന്നു, നിങ്ങളുടെ സ്വന്തം വാർഡിലുള്ള ഒരു കെട്ടിടം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പഞ്ചായത്ത് അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. മൈനാഗപ്പള്ളി പഞ്ചായത്താണ് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. പക്ഷെ അവിടെയും ഗുരുതരമായ അവസ്ഥയല്ലേ സംഭവിച്ചിരിക്കുന്നത്? പഞ്ചായത്ത് അറിയാതെ ഇങ്ങനെയൊരു കെട്ടിടം എത്ര നാളായിട്ട് അവിടെ നിൽക്കുക? എത്ര നാളായിട്ട് ആ കെട്ടിടം അവിടെ നിൽക്കുക? അവിടെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന രീതിയിൽ വന്നിരിക്കുന്ന അനാസ്ഥ പല തലങ്ങളിലുള്ളതാണ്. മാനേജ്മെൻറ്റിൻ്റെ അനാസ്ഥ, അവിടുത്തെ KSEB-യുടെ അനാസ്ഥ,
പഞ്ചായത്തിൻ്റെ അനാസ്ഥ. ഇങ്ങനൊരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നിട്ടും അതിന് ഏതെങ്കിലും തരത്തിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയോ ചെയ്യാതെ പോയതിലെ വീഴ്ച, PT-യുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച, MLA-യുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഗുരുതര വീഴ്ച, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കൂടാതെയാണ് അധ്യാപകരുടെയും പ്രധാന അധ്യാപകരുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൂടി എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദികളായവർ കൃത്യമായ ആ കുഞ്ഞിനോട് മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് പറയുക. ചിഞ്ചുറാണിയെ പോലെയുള്ള മന്ത്രിമാർ ചുരുങ്ങിയ പക്ഷം ഇത്തരം വാചകങ്ങൾ പറയുന്നതെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ആ കുഞ്ഞിൻ്റെ അമ്മുമ്മയുടെ നിലവിളി ഇതുവരെയും നമ്മുടെ കാതിൽ നിന്ന് മായുന്നില്ല. ആ കുഞ്ഞിൻ്റെ അമ്മ കുവൈറ്റിലോ മറ്റോ പോയി കിടക്കുകയാണ്. അവിടെ മറ്റുള്ളവർ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കൂലിപ്പണി എടുക്കുന്ന അച്ഛനും വിദേശത്ത് പോയി കൂലിപ്പണി എടുക്കേണ്ടി വരുന്ന ഒരു അമ്മയുടെയും മകന് ഇങ്ങനൊരു ദുർഗതി വരുമ്പോൾ, അതും മിടുക്കനായ ഒരു കുഞ്ഞിന്, ഒരു 13 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഈ ഗതി വരുമ്പോൾ അതൊരു വലിയ വ്യവസ്ഥയുടെ അനാസ്ഥയാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നിർദ്ദേശങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെയും സംരക്ഷിക്കാനൊന്നും നിന്നില്ല. അവിടുത്തെ അധ്യാപകരുടെയും അവിടുത്തെ PT-യുടെയും ഒക്കെ ഉത്തരവാദിത്വം തന്നെയല്ലേ എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. കാര്യം അത് എയ്ഡഡ് സ്കൂളാണ്. അവിടെ സർക്കാരിനെ നേരിട്ട് നിയന്ത്രിക്കുന്നതിന് ആ അർത്ഥത്തിൽ ചില പരിമിതികളുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ കൃത്യസമയത്ത് അവിടെ പ്രവർത്തിച്ചിട്ടില്ല. KSEB-യുടെ അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഗുരുതരമായ വീഴ്ചയായിട്ട് തന്നെയാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. അത് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്കേറ്റ ഒരു ഷോക്കാണ്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഒരു മരണം വേണ്ടി വന്നു ഒരു പോസ്റ്റ് മാറ്റിയിടാനെങ്കിൽ അത്യന്തം അപകടകരമാണ് ഈ സംസ്ഥാനത്തെ ചില വകുപ്പുകളുടെ ഭരണത്തിൻ്റെ അവസ്ഥ. നമുക്കൊരു ഇടവേള വേണം. കേരളത്തിനേറ്റ ഷോക്കോ എന്നാണ് ചോദ്യം. സുജയ? കേരളത്തിന് ഏറ്റ ഷോക്ക് തന്നെയാണ്. പിന്നെ കേരളം അത്രയ്ക്ക് അങ്ങോട്ട് ഞെട്ടിയിട്ടുണ്ടാവില്ല. 5 വർഷം മുൻപുള്ള 10 വയസ്സുകാരി കുഞ്ഞിൻ്റെ അനുഭവം മുന്നിലുള്ളത് കൊണ്ട്. സ്കൂളിൽ തന്നെയായിരുന്നു ആ കുഞ്ഞിൻ്റെ, ഷഹലാഷറിൻ്റെ മരണവും, വയനാട്ടിലെ 10 വയസ്സുകാരി. ഇവിടെ ഷോക്കേറ്റതിന് ആർക്കാണ് പഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ 2 വകുപ്പുകൾ ഒരേപോലെ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾ പോകണം. 2 വകുപ്പുകൾ, ഒന്ന് വൈദ്യുതി വകുപ്പാണ്, ഒന്ന് വിദ്യാഭ്യാസ വകുപ്പാണ്. 2 കൂട്ടരും കൃത്യമായി സമയാസമയങ്ങളിൽ ഇടപെട്ടോ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്നതാണ് പ്രധാന അധ്യാപിക എന്ന് സൗണ്ട് ബൈറ്റായി പറയുന്നതായി ഞാൻ കേട്ടത്. ഇന്ന് രാവിലത്തെ അവരുടെ പ്രതികരണമാണ്. എങ്ങനെയാണ് ഈ സ്കൂളുകൾക്കൊക്കെ ഫിറ്റ്നസ് കൊടുക്കുന്നതിനായിട്ടുള്ള പരിശോധന നടക്കുന്നത്? അത് CPIM-ന്റെ ഭരണസമിതി ഉള്ള ഇടമായതുകൊണ്ട് മുൻഭാഗം മാത്രമേ പരിശോധിക്കുകയുള്ളൂ എന്നൊരു ചോദ്യം അവിടെ ന്യായമായും വരും. കാരണം ഈ സ്കൂളിൻ്റെ 1917 സ്ഥാപിതമായ സ്കൂളാണ്, 108 വർഷമായി. അപ്പോൾ കാലാകാലങ്ങളിൽ എങ്ങനെയാണ് ഇവിടെ ഫിറ്റ്നസ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്? ഈ കുട്ടി അപകടത്തിൽ പെട്ട ഈ മേൽക്കൂരയുള്ള ഷെഡ് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള കെട്ടിടം നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഇളകിക്കിടക്കുന്ന ഓടുകൾ, അതുപോലെ തന്നെ ക്ലാസ് മുറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷം മുൻപുള്ള ക്ലാസ് മുറികളായി 25 വർഷം മുമ്പുള്ള സിനിമകളിലൊക്കെ നമ്മൾ ആ സിനിമകൾ ഇപ്പോൾ എടുത്താൽ നമുക്ക് അതുപോലെയുള്ള ക്ലാസ് മുറികൾ കാണാം. ഞാൻ സ്കൂൾ പഠനം പൂർത്തിയാക്കിയത് 2004-ലാണ്, +2 വിദ്യാഭ്യാസം. അപ്പോൾ ആ സമയത്തൊന്നും പോലും ഇങ്ങനത്തെ സ്കൂളുകൾ നിലനിൽക്കുന്നില്ല. അപ്പോഴേക്കും തന്നെ സ്മാർട്ട് ക്ലാസ് റൂംസായി മാറി തുടങ്ങിയായിരുന്നു എയ്ഡഡ് സ്കൂളുകൾ ഒട്ടുമിക്കവാറും തന്നെ. പക്ഷേ ഇതൊരു എയ്ഡഡ് സ്കൂളാണ്. വർഷം 2025-ആണ്. ഒരു 90-2000 കാലഘട്ടത്തിലൊക്കെ അവസാനിപ്പിച്ചതാണ് ഈ തടി കൊണ്ടുള്ള മറകൾ ഇട്ടുകൊണ്ടുള്ള ക്ലാസ് മുറികൾ വിഭജിക്കുന്ന രീതിയൊക്കെ. അത് മാത്രമല്ല, ഓടിട്ട ക്ലാസ് മുറികൾ, ഓടിട്ട വീടുകൾ തന്നെ ഇന്ന് കേരളത്തിൽ അധികം കാണാനില്ലാത്ത സമയത്താണ് കൊല്ലത്ത് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ ഇപ്പോഴും ഓടിട്ട ക്ലാസ് മുറികളോടുകൂടി മുൻഭാഗം നല്ല രീതിയിൽ മിനുക്കിയിട്ടുണ്ട്, പുതിയ കെട്ടിടങ്ങളായിട്ടുണ്ട്. കോട്ടയം അപകടവുമായി ഇതിനൊരു സാമ്യമുണ്ട്. കാരണം ഈ കെട്ടിടവും അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ കെട്ടിടവും തകർന്നു വീഴാവുന്ന അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടക്കാത്ത ഒരു കെട്ടിടമാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ GI ഷീറ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്തിന് മുകളിലോട്ടുള്ള ഭിത്തിയടക്കം നമ്മളൊന്ന് പരിശോധിക്കണം. ജനലുകൾക്കൊന്നും അവിടെ വാതിലില്ല. ഈ കുട്ടി ഈ ഷീറ്റിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ജനലുകൾക്ക് വാതിലല്ല, 3 പലക കഷ്ണങ്ങൾ ഇങ്ങനെ നേരെ ക്രോസ് ആക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഏത് കാലഘട്ടത്തിൽ, സിനിമകളാണല്ലോ നമ്മുടെ ഓരോ കാലഘട്ടത്തിലെയും കേരളീയ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്. 90കളിലെ സിനിമകൾക്ക് ശേഷം അങ്ങനെയുള്ള വാതിലുകളുള്ള അല്ലെങ്കിൽ ജനലുകളുള്ള ഭാഗങ്ങൾ നമ്മൾ പിന്നീട് സിനിമകളിൽ പോലും കാണുന്നില്ല. അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഭാഗങ്ങൾ. അത് ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ആർട്ട് ഡയറക്ടർ അല്ല, നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഒരു വിദ്യാലയത്തിൽ, എയ്ഡഡ് സ്കൂൾ എന്ന് പറയുമ്പോഴും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ തന്നെയാണല്ലോ അത് വരുന്നത്. ആ ഒരു വിദ്യാലയത്തിലെ കാഴ്ചയാണത്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സമാന്തര യാഥാർത്ഥ്യം എന്നത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. അല്ലാതെ നമ്മൾ ഈ കുട്ടിയുടെ മരണം അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടിക്ക് സംഭവിച്ച ആ ഒരു മരണത്തിലേക്ക് ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഈ പശ്ചാത്തല സൗകര്യങ്ങളിലുള്ള പ്രശ്നം തന്നെയാണ്. ഇവിടെ നേരത്തെ ഈ അസ്വാഭാവിക മരണത്തിനൊക്കെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപകടത്തിൽ മാനേജ്മെന്റിനും അതുപോലെ KSEB-ക്കും ഒരേപോലെ വീഴ്ചയുണ്ടെന്നൊക്കെ മന്ത്രി K കൃഷ്ണൻകുട്ടി സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിക്കാതെ എങ്ങനെ പോകാൻ കഴിയും? ഈ വൈദ്യുതി ലൈൻ കിടക്കുന്നത് കണ്ടാൽ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആ ഷെഡ് പണിതിട്ട് ഇപ്പോൾ 8-9 വർഷമെങ്കിലുമായി. പലരും പല സമയമാണ് പറയുന്നത്. നമുക്കതൊരു റഫ്ലി 7 to 9 years അതിനിടയിലാണ് ആ ഷെഡ് നിർമ്മിച്ചതെന്ന് കൂട്ടാം. പലരും സൗണ്ട് ബൈറ്റുകളിൽ പല വർഷങ്ങളാണ് പറയുന്നത്. ഇത്രയും വർഷമായ ഈ ഷെഡ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ നിർമ്മിച്ച് അവിടെ താമസിക്കാനായിട്ടായിരുന്നു ഈ ഷെഡ് നിർമ്മിച്ചതെങ്കിൽ
എപ്പോഴേ ഇത് പൊളിച്ചേനെ, പഞ്ചായത്ത് പൊളിക്കില്ലേ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ ഇത് പൊളിക്കാൻ പറയില്ലേ? ഈ ഷെഡ് അവിടെ എങ്ങനെയാണ് ഒരു അനുമതിയുമില്ലാതെ, ഈ ഷെഡിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് അധികൃതർ ഇപ്പോൾ പറയുകയാണ്. ആരാണ് ആ ഷെഡ് പണിതതിന് ശേഷം അത് അവിടെ തുടരാനുള്ള അനുമതി കൊടുത്തത്? അതിന് പഞ്ചായത്തിന് ഉത്തരവാദിത്വമില്ലേ? വേറെ ഒരു വ്യക്തിയാണത് പണിതിരുന്നെങ്കിൽ ഇങ്ങനെ നിലനിർത്തുമോ? മറ്റൊരു സ്കൂളിലായിരുന്നെങ്കിൽ നിലനിർത്തുമോ? അപ്പോൾ അവിടെ ഭരണസമിതിയെ പേടിയാണോ? എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം ഈ വൈദ്യുതി ലൈനും, ഈ ഷെഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായി പറയാൻ കാരണം, ഈ വൈദ്യുതി ലൈനും ഷെഡും തമ്മിലുള്ള അകലം, ഈ കുട്ടി നിൽക്കുമ്പോൾ കുട്ടിയുടെ അരഭാഗത്ത് ഇത് കിടക്കുകയാണ്, ഈ ലൈൻ കിടക്കുകയാണ്. ആ അകലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 0.88 മീറ്റേഴ്സ് മാത്രമാണ്. 1 മീറ്റർ പോലും ഇല്ല, 1 മീറ്റർ പോലും അകലമില്ലാതെ ഈ GI ഷീറ്റും അതുപോലെ തന്നെ ഈ വൈദ്യുതി ലൈനും തമ്മിൽ നിൽക്കുകയാണ്. GI ഷീറ്റിൽ ഈ വൈദ്യുതി ലൈൻ വന്ന് പതിച്ചു കഴിഞ്ഞാൽ എത്ര വോൾട്ടേജ് ഉള്ള ലൈനാണ് ആ പാസ് ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ നോക്കണം. 3 ഫേസ് ലൈനാണ്. അത് വന്ന് നേരെ പതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താഴെയാണ് കുട്ടികൾ കളിക്കുന്ന മൈതാനം. ആ മൈതാനത്തിലുള്ള കുട്ടികൾക്ക് ആ ഷെഡിനടിയിൽ ഇപ്പോൾ മഴയത്ത് കയറി നിൽക്കുമ്പോഴാണ് ഇത് താഴേക്ക് വന്ന്, ഒരു മഴക്കെടുതിയിൽ ഇത് താഴേക്ക് വന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? വലിയൊരു അപകടത്തിനുള്ള സാധ്യതയായി അതവിടെ തൂങ്ങിക്കിടക്കുകയാണ്. അത് കിടക്കുന്നത് ദിവസവും കണ്ടുകൊണ്ടാണല്ലോ ഈ അധ്യാപകരും അതുപോലെ തന്നെ ഈ മാനേജ്മെന്റ് അവിടെ യോഗം ചേരാനോ എന്തെങ്കിലും സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ, PTA വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് കാണുകയാണല്ലോ. കണ്ടിട്ടും ഇതിലൊന്നും അനങ്ങാതിരുന്ന അവരെല്ലാവരും കൂടി ചേർന്നാണ് മിഥുനെ കൊന്നത്. അല്ലാതെ ഇതിന്റെ വീഴ്ചയ്ക്ക് ഉത്തരവാദി ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ആ സിസ്റ്റം, എൻ്റെ സിസ്റ്റം ആ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദിയാണെന്നതാണ് എൻ്റെ ഇക്കാര്യത്തിൽ അഭിപ്രായം. ഇവിടെ ഈ തേവലക്കര ബോയ്സിലേക്ക് മിഥുൻ വരുന്നത് ഈ അധ്യയന വർഷമാണ്. അതിനു മുൻപ് അവൻ പഠിച്ചിരുന്നത് പട്ടുകടവ് സ്കൂളിലാണ്. പട്ടുകടവ് സ്കൂളിൽ 7th വരെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 8th സ്റ്റാൻഡേർഡിൽ ഈ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ജൂലൈ 17 ജൂൺ ഫസ്റ്റ് വീക്കിലായിരിക്കുമല്ലോ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. ഒരു 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ ആ സ്കൂളിലേക്ക് ആ കുട്ടി പഠിക്കാൻ വന്നിട്ട്. അതിനിടയിൽ അവനുണ്ടായ പുതിയ സൗഹൃദങ്ങൾ, അതിനിടയിൽ അവിടെ ഉണ്ടായ കൂട്ടുകാർ, ആ കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. അച്ഛൻ ഈ കൂലിപ്പണി എടുത്ത് ഉണ്ടാക്കുന്ന പണം, അതുപോലെ അമ്മ ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ വിദേശത്തേക്ക് പോയിട്ട്, അതും ഹോം നേഴ്സായിട്ടാണ് പോയിരിക്കുന്നത്. അത് ഈ 2 മക്കളെ, മിഥുനൊരു അനിയൻ കൂടിയുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനിയൻ. അപ്പോൾ ഈ 2 മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ഭാവി നല്ലതാക്കാൻ വേണ്ടി ആ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടിന്റെ ഭിത്തിയിൽ ഈ 4 പേരുടെയും പേരെഴുതി വെച്ച് ചുറ്റും നിറയെ ഹൃദയം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഇഴയെടുപ്പത്തോടെ ഉണ്ടായിരുന്ന ഒരു കുടുംബം. നേരത്തെ ജിമ്മി സാർ സൂചിപ്പിച്ചല്ലോ, വലിയ 2 കാറ്റഗറിയാക്കി ആ വിദ്യാർത്ഥികളെ തരംതിരിച്ച് കൊണ്ട് സംസാരിച്ചല്ലോ. പക്ഷേ ഈ കുഞ്ഞ് ഏത് കാറ്റഗറി എന്നുള്ളതല്ല, ഈ കുഞ്ഞിന് ഉയരങ്ങളിലേക്ക് പോകാൻ, നല്ല ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എല്ലാവരെയും, ആ കുടുംബത്തെ ആകെ കൊണ്ടുപോകാനായി കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന ഒരു കുഞ്ഞായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അമ്മൂമ്മ അവിടെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതൊക്കെ ഈ സിസ്റ്റത്തിന് നേരെ വന്ന് പതിക്കേണ്ടതാണ്. പക്ഷേ എവിടെ പതിക്കുന്നു? അത് കണ്ടതിന് ശേഷം ആ കണ്ണീരിൻ്റെ താളത്തേക്കാൾ വേഗത്തിൽ സൂംബ നൃത്ത ചുവട് വയ്ക്കുന്ന ഒരു മന്ത്രിയാണ്, കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ളൊരു മന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അവരുടെ വനിതാ സംഗമത്തിലെ ഈ സൂംബ നൃത്തം എന്ന് പറഞ്ഞപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ, അതുപോലെ അവരുടെ പ്രതികരണം, അതൊക്കെ എന്താണ് നൽകുന്ന സൂചന? ഇത്രത്തോളം, അതായത് പാവപ്പെട്ടവരുടെ വീട്ടിലെ കുഞ്ഞാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കുഞ്ഞല്ല മരിച്ചത് എന്നുണ്ടെങ്കിൽ എന്തും പറയാമെന്നതാണോ? ഇവിടെ KSCB ജീവനക്കാരൊക്കെ കൃത്യമായിട്ട് ഈ ഷെഡിന്റെ അപകട സാധ്യത, ഈ ലൈനിന്റെ അപകട സാധ്യത അതൊക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിൽ പുറത്തു വരുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ചിഞ്ചുറാണിയുടെ വാക്കുകളെക്കുറിച്ച് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് കൊണ്ടാണ് മന്ത്രിയുടെ വാക്കിൽ പറയുന്ന ഒരു കാര്യം, അധ്യാപകരെ നമുക്ക് പറയാൻ പറ്റില്ല. അധ്യാപകരെ പറയാൻ പറ്റില്ല എന്നുള്ളത് ഇവിടെ കൊച്ചിയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയാണോ? അവർ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ? അവരുടെ സ്വന്തം ജില്ലയല്ലേ? ആ തേവലക്കര സ്കൂളിലേക്ക് അവർക്ക് പോകാമായിരുന്നല്ലോ. ഇന്ന് മന്ത്രി V ശിവൻകുട്ടിക്കും പരിപാടികൾ ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിലായിരുന്നു പരിപാടികൾ. അവിടെ ആ പരിപാടികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയാണ്. പക്ഷേ ജില്ലയിലെ മന്ത്രിക്ക് CPIയുടെ വനിതാ സംഗമത്തിലെ സൂംബ നൃത്തമാണ്. അവിടെ മരിച്ചു കിടക്കുന്ന, ഷോക്കേറ്റ് പിടഞ്ഞു വീണ 13കാരൻ്റെ ജീവനേക്കാൾ വലുത് ആ മന്ത്രിക്ക് കൊച്ചിയിലെ വനിതാ സംഗമവും അതിലെ സൂംബ നൃത്തവും ഒക്കെയാണ്. എന്നിട്ടൊരു വഷളൻ പ്രസംഗവും. അവരുടെ ആ പ്രസംഗത്തെ വഷളത്തരം എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഇത്രയും വഷളത്തരം പറയുന്ന ഒരു മന്ത്രിയെ വെച്ചുകൊണ്ടിരിക്കണം മന്ത്രിസഭയിൽ. അവരൊരു സ്ത്രീ കൂടിയാണ്, എന്നാൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വഷളത്തരം പറയുന്ന ഒരു മന്ത്രിയെ പിണറായി വിജയൻ ആ മന്ത്രിസഭയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. CPIയുടെ ബിനോയ് വിശ്വം വലിയ ആദർശധീരനും വലിയ കാര്യത്തിൽ മുഖ്യമന്ത്രി അടക്കം വിമർശിക്കുന്ന ആളാണല്ലോ. എന്നിട്ട് എന്താ മിണ്ടാത്തത്? മന്ത്രി ജെ ചിഞ്ചുറാണി ഇത്രയും വിളിച്ചു പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും വന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ചിഞ്ചു എന്തെങ്കിലും പറയാമല്ലോ, അതും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എവിടെയാണ് ഇവർക്ക് കാണിക്കുന്ന ആദർശം എന്നൊക്കെ പറയുന്നത്? വെറും പൊള്ളത്തരമാണ്. ഇവിടെ ഈ ഷെഡ് കിട്ടുമ്പോൾ അനുമതി ചോദിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ സംസ്ഥാനത്താകെ ഇപ്പോൾ ലൈൻ പട്രോളിംഗ് നടത്താൻ പോകുന്നു എന്നതാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ഷഹലയുടെ കേസിൽ കണ്ട അതേ കാര്യം, ബിന്ദുവിന്റെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ കണ്ട അതേ കാര്യം. പക്ഷേ ഈ പരിശോധനകളൊക്കെ എത്ര ദിവസം, മാഡം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്, എത്ര ദിവസം ഇത് തുടരും? കൂടി പോയാൽ ഒരാഴ്ച.
അതിനപ്പുറം ഇത് പോകില്ല. പിന്നെ അടുത്ത വിഷയമാകും, മാധ്യമങ്ങളും വിടും. പക്ഷേ നഷ്ടപ്പെട്ടത് ആ 13 വയസ്സുകാരന്റെ കുടുംബത്തിനാണ്. അതവിടെ നിൽക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പോൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ഇവരുടെ ഒരു ജീവിത പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ അപേക്ഷിച്ചു, പക്ഷേ വീട് ഇതുവരെ ആയിട്ടില്ല. എന്തായാലും ഇപ്പോൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ അവർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറയുന്നു. KSEB 5 ലക്ഷം രൂപ നൽകുമെന്ന് പറയുന്നു. പക്ഷേ ആ കുഞ്ഞിനുണ്ടായിരുന്ന ഭാവി ഇല്ലാതാക്കിയതിന്, ആ കുടുംബത്തിൽ ഒരു ഇരുട്ടാണിന്ന് സമ്മാനിച്ചത് ആ കുഞ്ഞിന്റെ മരണത്തിലൂടെ. അപ്പോൾ അതിനുള്ള ഉത്തരം ആര് പറയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഈ ഹെഡ് മിസ്ട്രസിനും അധ്യാപകർക്കൊക്കെ എന്താ ജോലി, അതുപോലെ PTA-ക്ക് എന്താ ജോലി, അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ ഓഡിറ്റ് നടത്താത്ത ആളുകൾക്ക് അവിടെ എന്താണ് ജോലി എന്ന് നമ്മളും തിരിച്ചു ചോദിക്കും. ഈ സിസ്റ്റത്തോടും തിരിച്ചാ ചോദ്യം ചോദിക്കണമെന്നേ ആ കുഞ്ഞിന് വേണ്ടി. കാരണം തേവലക്കര സ്കൂളിൽ ഈ മൈതാനത്തിന്, കളിമൈതാനത്തിന് മുകളിലൂടെ വൈദ്യുത ലൈൻ വലിക്കരുത് എന്നുള്ളത് ഇപ്പോൾ ഈ മെയ് 13 ഇറങ്ങിയ സർക്കുലർ മാത്രമൊന്നുമല്ല, കാലാകാലങ്ങളായി നിലവിൽ നിൽക്കുന്ന ഓർഡറാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് പാലിക്കുന്നില്ല? 108 വർഷം പഴക്കമുള്ള ഒരു സ്കൂളിൽ ഷാനവാസ് ഇപ്പോൾ ഓർഡർ ഇറക്കിയിട്ട് വേണം ഇതൊക്കെ അറിയാൻ. ഇത്രയും കാലം ഈ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നവർക്ക് ഇതൊന്നും അറിയില്ലേ? ഇപ്പോൾ CPIM-ന്റെ കുന്നത്തൂർ ഏരിയ കമ്മിറ്റി കീഴിലുള്ള മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുളസീധരൻ പിള്ള എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? എന്ത് മാനേജറാണ് ഈ തുളസീധരൻ പിള്ള? അയാൾക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ലേ? ഇതൊന്നും നോക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. കേസൊക്കെ നടത്തി പിടിച്ചെടുത്തതാണല്ലോ ഭരണം. അങ്ങനെയാണെങ്കിൽ നോക്കാൻ കഴിയുന്നവരെ, കൃത്യമായി സ്കൂൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നവരെ ഏൽപ്പിക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ തേവലക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആന്റണിയാണ് PTA പ്രസിഡന്റ്, കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. പക്ഷേ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നിട്ടാണ് ഈ പഴിചാരുന്നത് എന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ ഓരോരോ കേസായിട്ട് എടുത്ത് കേസ് സ്റ്റഡി നടത്താനല്ല, ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി ഉണ്ടാകണം എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ നാടിനേറ്റ ഷോക്കോ എന്നായിരുന്നു ചോദ്യം. യെസ് എന്നാണ് 5 പേരുടെയും മറുപടി. നാടിനേറ്റ ഷോക്ക് തന്നെ. Meet the editors.